ഹലോ ഫ്രണ്ട്സ്, ഗ്രീൻ ലീവ്സ് വിത്ത് കുക്കിങ്ങിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുമ്പളങ്ങ കൊണ്ട് മോരുകറി തയ്യാറാക്കാം. ഒരു വലിയ കുമ്പളങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു വലിപ്പത്തിലായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കുമ്പളങ്ങ കഷ്ണങ്ങൾ ഒരു മൺചട്ടിയിലേക്ക് ചേർക്കുന്നുണ്ട്. മൺചട്ടിയിൽ മോരുകറി വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റിയായി തോന്നിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. കൂടെ കുമ്പളങ്ങ വേവിക്കാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മളിത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്യാസിൽ വെക്കാം. തിളക്കുന്നത് വരെ കുമ്പളങ്ങ മീഡിയം ഫ്ലെയിമിലിട്ടും ശേഷം ലോ ഫ്ലെയിമിലേക്കും മാറ്റാം. ഇപ്പോൾ കുമ്പളങ്ങ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ട മറ്റു കാര്യങ്ങൾ റെഡിയാക്കാം. 1/2 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 8 ചെറിയ ഉള്ളി ഞാൻ ചേർക്കുന്നുണ്ട്. കൂടെ 2 വെളുത്തുള്ളിയും 5 പച്ചമുളകും കൂടി ചേർക്കാം. നമ്മുടെ എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കാവുന്നതാണ്. തേങ്ങയിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. കുമ്പളങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തത് കാരണം 1/4 ടീസ്പൂണിനും താഴെയായി മാത്രം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് വേണ്ടത് നല്ല ജീരകമാണ്. നല്ല ജീരകവും അല്പം മാത്രം ചേർത്താൽ മതിയാവും. ഇനി ഇത് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. കുമ്പളങ്ങയെല്ലാം വെന്ത് നല്ലതുപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ച തേങ്ങ ചേർക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. 300 ഗ്രാം തൈര് ഒരു മിക്സിയുടെ ജാറിലിട്ട് 2 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്തതാണ്. അതുകൂടി ഇതിലേക്ക് ചേർക്കാം. തൈര് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കരുത്. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാവും. നേരത്തെ നമ്മൾ കുമ്പളങ്ങയിലേക്ക് മാത്രമുള്ള ഉപ്പാണ് ചേർത്തത്. തൈരിന്റെ പുളി അനുസരിച്ച് മോരുകറിയിലേക്കുള്ള ഉപ്പ് നമുക്കിപ്പോൾ ചേർക്കാം. മോരുകറി ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് മോരുകറി ഒന്ന് താളിച്ചെടുക്കാം. ഒരു പാൻ ഗ്യാസിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർക്കാം. കടുകൊന്ന് പൊട്ടിയതിനു ശേഷം അതിലേക്ക് 3 ഉണക്കമുളക് കൂടി മുറിച്ചിട്ട് കൊടുക്കാം. കൂടെ 3 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി കൂടി ചേർക്കാം. ഉലുവപ്പൊടിക്ക് പകരം ഉലുവ ചേർത്താലും മതിയാവും. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർക്കാം. താളിച്ചെടുത്തത് മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റിയായ മോരുകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും നല്ല നല്ല റെസിപ്പിയുമായി മറ്റൊരു ദിവസം കാണാം.